ഉണ്ടുകുളിച്ചവനെ കണ്ടാൽ കുളിക്കണമെന്നൊരു പഴമൊഴിയുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടുകുളിച്ചവനെ കണ്ടാൽ കുളിക്കേണ്ടതുണ്ടോ? ഈ പഴമൊഴി കൊണ്ട് അർത്ഥമാക്കുന്നത് ഉണ്ടുകുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ടോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷന് ദഹന വ്യവസ്ഥയിലേക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കൂടുതലായിട്ട് രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദഹന പ്രവൃത്തികൾ സുഗമമായി നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വേണ്ട പോഷക ഘടകങ്ങളെല്ലാം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഉണ്ടുകുളിച്ച ഉടനെ സംഭവിക്കുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കുളിക്കുന്നത് ചൂടുവെള്ളത്തിലാണോ അതോ സാധാരണ വെള്ളത്തിലോ, അതോ ഈ രണ്ട് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പഴമൊഴി പറയുന്നത് പോലെ തന്നെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തിലേക്ക് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ മെക്കാനിസം ഉണ്ട്. ആ ഒരു മെക്കാനിസത്തിന് കൂടുതൽ പ്രവർത്തനം വരികയും നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് അല്പം ഉയരുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലേക്ക് തൊലിയിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമുക്കൊരു വിയർപ്പ് പോലെ വന്ന് ഒരു കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ദഹനം വളരെ സ്ലോ ഡൗൺ ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വേണ്ട പോഷക ഘടകങ്ങൾ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാതെ ആഗിരണം ചെയ്യാതെ പോവുകയും ചെയ്യുന്നു. അതിന് പ്രധാന കാരണം നമ്മുടെ ശരീര താപനില അല്പം കൂടിയതിൻ്റെ കൊണ്ടാണ്. അത് സംഭവിക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഈ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടം കുറയുകയും നേരെ മറിച്ച് നമ്മുടെ സ്കിന്നിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ വരികയും അത്തരം ആളുകൾക്ക് ഗ്യാസ്, വയറ് വീർത്ത് വരിക, വയറ് നല്ല കനം തോന്നുക, ഏമ്പക്കം, അത്തരത്തിലുള്ള ദഹന വ്യവസ്ഥയുമായിട്ടുള്ള നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പഴമക്കാർ പറയുന്ന ആ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് അത്രത്തോളം ശരിയല്ല. എന്നാൽ നമ്മൾ കുളിക്കുന്നത് സാധാരണ വെള്ളത്തിലോ സാധാരണ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ലൂക്ക് വാം വാട്ടറിലൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന സംവിധാനം ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്ന വ്യത്യസ്ത രൂപത്തിലാണ്. നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീര താപനില അത്രത്തോളം ഉയരുകയൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് രക്തയോട്ടം കൂടുകയും നേരെ മറിച്ച് നമ്മുടെ ദഹനവ്യവസ്ഥയിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ചെയ്യുന്നില്ല. സാധാരണ പോലെയാണ് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ കുറച്ച് രക്തയോട്ടം നമ്മുടെ ദഹനവ്യവസ്ഥയിലേക്ക് കൂടുകയും നമ്മുടെ ദഹനവ്യവസ്ഥ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും നമ്മുടെ കഴിച്ച ഭക്ഷണം ദഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുകളോ ദഹന സംബന്ധമായിട്ടുള്ള ദഹിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴഞ്ചൊല്ലിൽ ഉണ്ടുകുളിച്ചവനെ കണ്ടാൽ കുളിക്കണം എന്നൊരു പഴഞ്ചൊല്ലിൽ മുഴുവൻ ശരിയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഓരോ ആളുകൾക്കനുസരിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോതനുസരിച്ചും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൻ്റെ
ചൂടിനനുസരിച്ചും ടെമ്പറേച്ചർ അനുസരിച്ചും നമുക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഏറ്റവും നല്ലത് ഈ ദഹനവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ്, നെഞ്ചരിച്ചിൽ, അതേപോലെ തന്നെ പുണ്ണ്, ഏമ്പക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒരു അരമണിക്കൂറൊക്കെ ഗ്യാപ്പിട്ട ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഉള്ള കൂടുതൽ വഷളാകാതിരിക്കുകയും നമുക്ക് പിന്നീട് ഒരു ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് നമുക്ക് തടയാനും കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ പഴമൊഴികളും നമുക്ക് പതിരില്ലാത്ത രൂപത്തിൽ തള്ളിക്കളയേണ്ടതില്ല. കുളിച്ചവനെ ചിലപ്പോഴൊക്കെ കണ്ടാൽ കുളിക്കേണ്ടി വരികയും ചെയ്യും. റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ, ദ ഫൈനൽ വേർഡ് ഇൻ ഹോമിയോപ്പതി, കൊടശ്ശേരി, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.